ഹലോ പീപ്പിൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് എന്താണെന്നാണ്. നമ്മൾ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ചെറുതായിട്ട് ഈ സാധനം ഇടയ്ക്ക് കയറി വന്നായിരുന്നു. നമ്മൾ അതിപ്പോൾ കുറച്ചുകൂടെ എന്താണെന്നുള്ള കാര്യം നോക്കാൻ പോവാണ്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഒരു നമ്മുടെ നമ്മുടെ ഒരു നേരത്തെ എഴുതിയ ഫംഗ്ഷന്റെ കേസിനകത്ത് തന്നെ ഞാൻ ആ കോഡ് എടുക്കാൻ കാണിച്ചു തരാം. ലൈക്ക് ആ ഫംഗ്ഷനെ നമ്മൾ ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യുന്ന നേരത്ത് അതിനകത്ത് തന്നെ കുറച്ച് സെറ്റ് ഓഫ് വേരിയബിൾസ് ഉണ്ടായിരിക്കാം. അത് ഐദർ ലൈക്ക് പാരാമീറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് അതിനകത്ത് ഡിഫൈൻ ചെയ്ത വേരിയബിൾ ആയിരിക്കും. ഏതാ ഫംഗ്ഷന്റെ കേർലി ബ്രാക്കറ്റിനകത്ത് ഡിഫൈൻ ചെയ്ത വേരിയബിൾ ആയിരിക്കാം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഈ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് അതിനകത്ത് ഡിഫൈൻ ചെയ്ത ഒരു സെറ്റ് ഓഫ് പെർട്ടിക്കുലർ വേരിയബിൾസിന്റെ ഒരു ഗ്രൂപ്പ് കാണുമല്ലോ. ഈ വേരിയബിൾസിന്റെ ഗ്രൂപ്പും ഇതിനെ എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യാം, ഇതിന്റെ പേര് വെച്ച് അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സ്കോപ്പ് എന്ന് പറയുന്നത്. ലൈക്ക് അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഇത് എനിക്ക് ഇപ്പോഴും ആസ് എ ഡെഫിനിഷൻ കൺവേ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ചൊന്ന് നോക്കി, ബട്ട് സ്റ്റിൽ ഇതാണ് എനിക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ആ ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾസിന്റെ ഗ്രൂപ്പും അതിനെ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത്. അത് കോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഞാനപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ കോഡ് ഗൈസ്. യാ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ഫോൾഡറിനകത്ത് വരിക. ആൻഡ് വി എസ് കോഡ് എപ്പോഴത്തെയും പോലെ ഓപ്പൺ ആക്കാം. ആൻഡ് ഇത് നമ്മൾ നേരത്തെ എഴുതിയ ഫംഗ്ഷനാണ്. ലൈക്ക് ഈ ഒരു ഫംഗ്ഷനകത്ത് ഞാൻ പറഞ്ഞില്ല, ലൈക്ക് ഈ ഒരു ഫംഗ്ഷന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് കേർലി ബ്രാക്കറ്റ് കൊണ്ട് എൻക്ലോസ് ചെയ്തേക്കുന്ന ഈ ഒരു സാധനം. ഇതിനകത്ത് ഇപ്പോൾ ഒരു വേരിയബിൾ ഉണ്ട്. ഈ എമൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ഈ ഫംഗ്ഷന്റെ ബ്ലോക്കിനകത്തുള്ളതാണ്. ഈ വേരിയബിളിനെ എങ്ങനെ ആക്സസ് ചെയ്യാം, എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യാം, ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ബേസിക്കലി സ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ചുകൂടെ ചെയ്ത് കാണിക്കുമ്പോൾ യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ഞാനിപ്പോൾ ഇവിടെ ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞൊരു ഒരു 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 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേ. അതിനകത്ത് ഞാൻ ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ആൻഡ് കൺസോൾ ഡോട്ട് ലോഗ് എ കൊടുത്തു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ആൻഡ് ഞാൻ ഇനി ഒരു ഫംഗ്ഷനും കൂടെ ഡിഫൈൻ ചെയ്യാണ്. വീണ്ടും ഫംഗ്ഷൻ നെയിംസ് ഇതിപ്പോൾ ഗ്ലോബൽ സ്കോപ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്ലോബൽ സ്കോപ്പിനകത്ത് അല്ലെങ്കിൽ ഒരു ഫയലിനകത്ത് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ നെയിംസോ വേരിയബിൾ നെയിംസോ പാടില്ല. നമ്മൾ നേരത്തെ ഫംഗ്ഷന്റെ വീഡിയോ ലൈക്ക് ചെയ്തപ്പോഴത്തേക്ക് ടാക്സ് റേറ്റ് 2 എന്നപ്പോൾ എറർ അടിച്ചില്ല. അതേപോലെ തന്നെ ഇവിടെ സെയിം കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സെയിം സ്കോപ്പിനകത്ത് മൾട്ടിപ്പിൾ വേരിയബിൾസ് പാടില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഇവിടെ 2A ഇപ്പം ഇല്ലേ, അതെങ്ങനെ വർക്കാവും എന്നുള്ളത്. അതാണ് സ്കോപ്പിന്റെ ലൈക്ക് ഈ വീഡിയോയിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് കവർ ചെയ്യാം. ഞാൻ ഇവിടെ അവിടെ കൺസോൾ ഡോട്ട് ലോഗ് എ അല്ല, ഞാൻ സംസാരിക്കുന്നതിൽ കുറച്ച് ഫോക്കസ് ആയിപ്പോയി. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ ഗൈസ്. ഇവിടെ 1 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. 1 കഴിഞ്ഞാൽ 1നെ കോൾ ചെയ്യുന്നു, 2 കഴിഞ്ഞ് 2നെ കോൾ ചെയ്യുന്നു. കോൾ ചെയ്യുന്ന നേരത്തെ ഇതിനകത്തുള്ള കോഡ് എന്താണോ അത് എക്സിക്യൂട്ട് ആവുന്നു. ഇവിടെ രണ്ടിനകത്തും കോഡ് ഉള്ളത് ഒന്നാണ്. ഇവിടെ നമുക്ക് 2 ആക്കാം ഗൈസ്. അതാകുമ്പോൾ അത് ടെർമിനലിൽ വരുമ്പോൾ കുറച്ചുകൂടെ എവിഡന്റ് ആയിരിക്കും. ഞാൻ ഈ സ്കോപ്പ് റൺ ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഗസ് ചെയ്യാവോ? 1 2 തന്നെ ആയിരിക്കും. ഹൗ യു ഗൈസ് ഗെസ്റ്റ് ഇറ്റ്. അതാണ് ഔട്ട്പുട്ട് വന്നത്. ഇവിടെ ലൈക്ക് ഓരോ ഫംഗ്ഷനും ഓരോ ബ്ലോക്കിനും ഓരോ സ്കോപ്പ് കിട്ടും. ലൈക്ക് ഇങ്ങനെ യൂഷ്വലി അതാണ് ഒരു പാറ്റേൺ വരുന്നത്. ഇങ്ങനെ ഒരു സാധനം ഡിഫൈൻ ചെയ്താൽ അതിന് യൂഷ്വലി ഒരു സ്കോപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, ഇതൊരു സ്കോപ്പാണ്, ഇവിടെ രണ്ടാമത്തെ സ്കോപ്പാണ്. ഇത് 2 സ്കോപ്സ് ആർ ആക്ച്വലി ഐസൊലേറ്റ്. ഇതിനകത്തുള്ള വേരിയബിൾസിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഞാനിപ്പോൾ ഇവിടെ ലെറ്റ് ബി ഈക്വൽ ടു 3 എന്നിട്ടിട്ട് ഇവിടെ വന്ന് ഞാൻ കൺസോൾ ഡോട്ട് ലോഗ് ബി കൊടുത്ത് എറർ അടിക്കും. എന്താണെന്ന് നോക്കാം. അത് റൺ ടൈം ആണ്. റൺ ടൈം എറർ ആയിരിക്കും അടിക്കാൻ പോകുന്നത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ബി ഈസ് നോട്ട് ഡിഫൈൻഡ്. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബി ഈ ഒരു സ്കോപ്പിനകത്തില്ല. ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് 9 തുടങ്ങി 13 അവസാനിക്കുക. ഇവിടെ വന്നിട്ട് ലൈക്ക് ബീനെ മൊത്തം കോഡിനകത്തല്ല സെർച്ച് ചെയ്യുന്നത്, പകരം ഈ ഒരു കേർലി ബ്രാക്കറ്റിനകത്താണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ നോക്കുമ്പോൾ ബി ഇല്ല, അതുകൊണ്ട് അത് എറർ അടിക്കും. അതേസമയം ഞാനിപ്പോൾ ഈ ബീനെ കൊണ്ട് ഇവിടെ ഇടുകയാണെങ്കിൽ ആ എറർ ഉണ്ടാവാൻ സാധ്യതയില്ല. ഐ മീൻ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നല്ല, ഉണ്ടാകത്തില്ല. അതിന് കാരണം എന്താണ്? ആ ഒരു സ്കോപ്പിനകത്ത് ഇപ്പോൾ കറന്റ്ലി ബി ഉണ്ട്. ഇനി നമ്മളിത് റൺ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? 1 വരും ആദ്യം, പിന്നെ 3 പ്രിന്റ് ചെയ്യും. 1 3 2 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ വരുമ്പോഴത്തേക്ക് എ ലോഗ് ചെയ്യുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്കോപ്പിനകത്ത് എ ഉണ്ടോ നോക്കും, പ്രിന്റ് ചെയ്യും. ബി ഉണ്ടോ നോക്കും, പ്രിന്റ് ചെയ്യും. രണ്ടും ആൾക്കാരും ആ ഒരു സ്കോപ്പിനകത്ത് നിൽക്കുന്നതുകൊണ്ട് പ്രിന്റബിൾ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ബി ഈ സ്കോപ്പിന് പുറത്ത് വന്നെന്ന് കരുതിക്കോ. ദാറ്റ് ഈസ് നമ്മുടെ ഗ്ലോബൽ സ്കോപ്പിലാണെന്ന് അസ്യൂം ചെയ്തോ. ഈ ഫയലിന്റെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് ഇമാജിൻ ചെയ്തോളൂ. ലൈക്ക് ഈ ഒരു ഗ്ലോബൽ സ്കോപ്പിനകത്ത് ബി രണ്ടിടത്ത് ആക്സസിബിൾ ആണ്. ദാറ്റ് ഈസ് നെസ്റ്റഡ് സ്കോപ്പിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഗ്ലോബലി ഉള്ളൊരു സ്കോപ്പിനകത്താണ് ഈ 2 ഫംഗ്ഷന്റെ സ്കോപ്പ് ഡിഫൈൻ ചെയ്തിട്ടുള്ള അല്ലേ.
ലൈക്ക് ഗ്ലോബലി ഉള്ള സ്കോപ്പിലാണ് ആരുള്ളത്, ബി ഉള്ളത്. ബിയിനകത്താണ് ഈ 2 സ്കോപ്പുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ 2 ഫംഗ്ഷൻസും അതിന്റെ സ്കോപ്പും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ബി ഒരു ഗ്ലോബൽ എലമെന്റ് ആയതുകൊണ്ട് ലൈക്ക് ജാവയിലൊക്കെ ഗ്ലോബൽ എലമെന്റ് കോൺസെപ്റ്റ് ലൈക്ക് അതുപോലെ തന്നെയാണ്. സോ ബി ഇപ്പൊ ഗ്ലോബൽ എലമെന്റ് ആയതുകൊണ്ട് നേരത്തെ വന്ന എറർ ഇനി വരത്തില്ല. കാരണം അത് രണ്ടിടത്തും ആക്സസിബിൾ ആണ്. ഞാൻ ഈ റൺ ചെയ്യുകയാണെങ്കിൽ 1നും 3 ഉണ്ട്, 2നും 3 ഉണ്ട്. ഈ 1ഉം 2 എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് റൺ ചെയ്തപ്പോഴാണ് വരുന്നത്. സോ അതാണ് സ്കോപ്പിന്റെ ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലൈക്ക് 2 ഫംഗ്ഷൻസ് നെസ്റ്റഡ് ആണെന്ന് കരുതിക്കോ. ലൈക്ക് അതിപ്പോ നമുക്ക് വേണേൽ ഇതിനെ എടുത്തിട്ട് ഈ 2നെ എടുത്തിട്ട് ഇതിനകത്തിടാം. എന്നിട്ട് 1നെ വിളിച്ചു ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് 2നെ വിളിക്കാം. ഓക്കെ. സോ ഇനി നമുക്ക് ഈ ബീനെ മാറ്റാം ആൻഡ് ബീനെ നമുക്ക് ഇവിടെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഇതിനെ മാറ്റാം ആൻഡ് ഈ ബീനെ ഇവിടെ കിടക്കാം. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ പുതിയ ഫംഗ്ഷൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ 1നകത്ത് എ ഉണ്ട്, ബി ഉണ്ട്. ഫംഗ്ഷൻ 2നകത്ത് എ മാത്രമേ ഉള്ളൂ. എന്റെ വാല്യൂ ഈ ഒരു സ്കോപ്പിനകത്ത് എന്താണ് 2 ആണ്. ഇവിടുത്തെ വാല്യൂ 1 ആണ്. സോ നമുക്ക് അതിന് റൺ ചെയ്ത് നോക്കാം എന്ത് ഔട്ട്പുട്ട് വരും എന്നുള്ളത്. എക്ക് അപ്പോൾ ബിക്ക് എന്തായാലും ഡിഫൈൻഡ് ആണ് 3 വരത്തുള്ളൂ. കാരണം ബി ഒറ്റ തവണ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്റെ കേസിനകത്ത് 2 വാല്യൂ ഉണ്ട്. നമുക്ക് എന്ത് വരുമെന്ന് നോക്കി നോക്കാം. 1, 2, 3 ആണ് വന്നത് ഗൈസ്. ഇതിന്റെ ഔട്ടപ്പ് എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എക്സിക്യൂഷൻ എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ ആദ്യം ഇതല്ല റൺ ആവുന്നത്. ആദ്യം ഫംഗ്ഷൻ കണ്ടു. ഓക്കെ, ഫംഗ്ഷൻ ഉണ്ട്, അതവിടെ വെച്ചു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ 1നെ കോൾ ചെയ്തു, ഇങ്ങോട്ട് വന്നു. എക്ക് 1 ഉണ്ട്, ബിക്ക് 3 കൊടുത്തു. ആൻഡ് ഇതിന്റെ എക്സിക്യൂഷൻ ഇങ്ങനെയല്ല, ഞാനിത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞാൻ വരച്ചൊക്കെ കാണിച്ചു തരാം കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ. സോ ലൈക്ക് ഇവിടെ എക്ക് 1 ഉണ്ട്, ബിക്ക് 3 ഉണ്ട്. ഇവിടെ വന്നപ്പോൾ എ 1 ആണ്. സോ അത് ആദ്യം പ്രിന്റ് ചെയ്തു. അതാണ് ഈ കണ്ട 1. പിന്നെ ഈ ഫംഗ്ഷൻ കണ്ടാൽ ഉടനെ അതിനകത്ത് കയറി ചാടിക്കയറി എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിനവിടെ മാറ്റി വെക്കും. ഈ ഒരു കോള് കാണുമ്പോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ ഇതവിടെ വെച്ചു, താഴെ വന്നു, ഇതിനകത്ത് കയറി. ഇവിടെ വന്നപ്പോൾ എന്താണ്, എനെ മാറ്റി 2 ആക്കി. എനെ മാറ്റിയില്ല, ഈ ഒരു സ്കോപ്പിനകത്ത് എനെ വീണ്ടും 2 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. സോ ഇവിടെ വന്നു, അപ്പൊ ഇവിടെ 1ന് പകരം 2 ആയിട്ടാണ് ഡിഫൈൻ ചെയ്തത്. പിന്നെ ഈ എയും ഈ എയും രണ്ട് ആൾക്കാരാണ്. അവന്മാർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ. സോ അത് മനസ്സിൽ വെക്കാം. സോ ഇവിടെ ഒന്ന് 2 പ്രിന്റ് ചെയ്തു ആൻഡ് ഇവിടെ ബി പ്രിന്റ് ചെയ്തപ്പോഴത്തേക്ക് ആദ്യം ഇവിടെ ബി ഉണ്ടോ എന്ന് നോക്കി. അവിടെ ബി ഇല്ല. അപ്പോ ഇതിന്റെ തൊട്ട് പുറത്തുള്ള സ്കോപ്പിനകത്ത് നോക്കി. ഇവിടെ ബി ഉണ്ടോ നോക്കി. ബി ഉണ്ട്. അതാണ് ഇവിടെ പ്രിന്റ് ചെയ്തത്. ഇൻ കേസ് ഇവിടെയും ബീനെ കണ്ടില്ലെങ്കിൽ അതിന്റെ പുറത്തുള്ള ഔട്ടർ സ്കോപ്പ് ഏതാണോ അവിടെ പോയി നോക്കും. അതായത് ഇനിയിപ്പോൾ നേരത്തെ ഔട്ട്പുട്ട് ആണെന്ന് ആരും പറയണ്ട. 32. ഓക്കെ. സോ അകത്തുള്ള സ്കോപ്പുകൾക്ക് നെസ്റ്റഡ് സ്കോപ്പുകൾക്ക് അതിന്റെ പുറത്തോട്ടുള്ള സ്കോപ്പുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം ലെവലിലുള്ളതോ അല്ലെങ്കിൽ അല്ലാതുള്ള സാധനങ്ങളെ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ബേസിക്കലി നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്ന സാധനം. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ആ എക്സാമ്പിൾ തന്നെയാണ്, കുറച്ചുകൂടെ ചുരുക്കി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ നെസ്റ്റഡ് സ്കോപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതാണ് സ്കോപ്പിന്റെ ഫോർമൽ ഡെഫിനിഷൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലേ. refers to the collection of variable and the rules that govern how those variables are accessed by name. ദാറ്റ് ഈസ് ലൈക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ സ്കോപ്പിനകത്തുള്ള വേരിയബിൾസിന്റെ സെറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഈ എയും ഈ എനെ എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യാമെന്ന് പറയുന്ന കുറച്ച് സെറ്റ് ഓഫ് റൂൾസും. ലൈക്ക് ഞാൻ നേരത്തെ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിളിനകത്ത് 1ഉം 2 2 എൻ്റയർ ഫംഗ്ഷൻ ആയിരുന്ന നേരത്ത് എക്കകത്ത് ഫംഗ്ഷൻ 1നകത്ത് ഞാൻ ഒരു ബീനെ ഇട്ടിട്ട് ഫംഗ്ഷൻ 2നകത്തൊന്ന് കോൾ ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ലല്ലോ. അത് പറ്റാത്തത് അവിടെ ഒരു പർട്ടിക്കുലർ റൂൾ ആരോ എഴുതി വെച്ചിട്ടില്ലേ. സോ ആ ഒരു റൂളും ആ കളക്ഷൻ ഓഫ് വേരിയബിൾസിനാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്, സ്കോപ്പ് എന്ന് പറയുന്നത്. സോ ഒരു വേഗ് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. താങ്ക് യു.